Good morning, all. എം സി പറയാനായിട്ട് സ്റ്റേജിൽ തന്നെയാണ്. നമുക്ക് എല്ലാവരും റെഡി അല്ലേ? പിന്നെ ഡെവലൊക്കെ അപ്പൊ ഈ നല്ലൊരു സുപ്രഭാതം നമുക്ക് സമ്മാനിച്ച ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ടാവാം. ഓക്കെ, താങ്ക് യു. കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെയാണ് തകർത്തോ. നമസ്കാരം. അപ്പം എന്റെ പേര് ഹസീന, എന്റെ സ്ഥലം മലപ്പുറമാണ്. ഇന്ന് എം സി പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചേക്കണേ. ഞാന് പുതുതായിട്ട് ജോയിൻ ചെയ്തേക്കുന്നതാണ്. എന്റെ കൊണ്ടുവന്ന ആള് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശിക്ഷിക്കപ്പെടുന്ന യൂനിസ് കളമശ്ശേരിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പം ഇതിനെ കുറിച്ച്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. പുതുതായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് മെമ്പേഴ്സിനെ എനിക്ക് പരിചയമില്ല, പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ യൂണിസാറായിട്ട് എനിക്ക് നേരത്തെ ഞാനൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സാറും യൂണിസാറൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാനും പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പരിചയമുള്ളത് ഒരാളാണ് ശബല സാർ മാത്രമേ. അപ്പൊ അത് ചെയ്ത് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. കുറച്ച് സമയം കൊണ്ട് ഒരു ബ്രേക്കിലായിപ്പോയി. അതിനുശേഷം ഞാൻ സാറായിട്ടോ അല്ലെങ്കിൽ യൂണിസാറായിട്ടോ കോണ്ടാക്ട് ചെയ്യാനും കാണാനും പറ്റിയിട്ടില്ല. കുറെ ബ്രേക്കിന് ശേഷമാണ്, ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ യൂണിസാറായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അതിനുശേഷം യൂണിസാറിന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു 2 വർഷം മുമ്പ് ഞാൻ കണ്ടിരുന്ന ഒരു യൂണിസാറല്ല ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ കണ്ടത്. ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുള്ള പേഴ്സണാലിറ്റി. പിന്നെ ആളുടെ ഡ്രസ്സിങ്ങിലാണ് പോലും എല്ലാം കൊണ്ടൊരു ചേഞ്ചുള്ള ഒരു വ്യക്തിനെ എനിക്കവിടെ കാണാൻ കഴിയും. പിന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ കാണുമ്പോൾ ആള് കൈമൊരു ബാൻഡൊക്കെ കെട്ടിയിട്ടാണ് ആളെ കാണാൻ കഴിയുന്നത്. അപ്പോ ഞങ്ങൾ ചോദിച്ചു, ഞാനും എൻ്റെ മക്കളും ചോദിച്ചത് കൈമ ഒരു ബാൻഡൊക്കെ കെട്ടിയിട്ട് എന്താന്ന് വെച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ആ ഒരു നമ്മുടെ ചിരിയുടെ രാജകുമാരനെ വിശേഷിച്ചില്ലേ, അപ്പൊ ആ ഒരു ചിരിയിൽ മാത്രം നോക്കുമ്പോൾ ഈ ന്യൂജൻ കുട്ടികളൊക്കെ കിട്ടുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് അതിനൊരു ഇങ്ങനെ ഒരു സംഭവമാണെന്നൊന്നും നമുക്കറിയില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ചോദിച്ചത് എന്താ സംഭവം, എന്താ ബാൻഡിന്റെ എന്താന്ന് ചോദിച്ചപ്പോ അത് സംഭവം ഉണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ വിശേഷം നമ്മളൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ അന്ന് കച്ചേരിക്ക് പ്രോഗ്രാം ഡെമോ നടത്തിയില്ലേ, അങ്ങനെ ഒരു ഡെമോ നമുക്കിവിടെ വീട്ടില് അദ്ദേഹം കാണിച്ചു തന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ആ ബാൻഡ് കെട്ടി, അത് കൂടാതെ ഒരു ഗ്ലാസ് വെള്ളം വേറെ വെച്ചിട്ട് ഈ 2 വെള്ളത്തിന്റെ വ്യത്യാസം ഇപ്പൊ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 2 വെള്ളവും കുടിച്ചപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബാൻഡ് കെട്ടിയിട്ടുള്ള വെള്ളത്തിന് എന്തോ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ഇതാണ് ബാൻഡ് എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം വൈകിട്ട് ഇപ്പൊ എന്നെ വിളിച്ചും പറഞ്ഞു, കച്ചേരിപ്പടിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് പങ്കെടുക്കുന്നു. അപ്പൊ ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം വേറൊരു രീതിയിലേക്ക് എന്നെ എന്തായാലും വിളിക്കില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കച്ചേരി ഫസ്റ്റിലെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്കൊന്നും അറിയാത്ത എന്നോട് ഈ കച്ചേരിപ്പടിക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പിറ്റേ ദിവസം ചിലപ്പോൾ ഒരാളെയും പരിചയമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അഭിലാഷ് സാറിനെ കാണുന്നു. സാറിന് എന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ സാറിനോട് ഞാൻ സാർ അഭിലാഷ് സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാർ അത് സാറിന് എന്നെ മനസ്സിലായോ, ഞാൻ ഇന്ന ആളാണ്. ഇപ്പോഴാണ് സാറിന് എന്നെ മനസ്സിലാവുന്നത്. ഇതന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മണിക്ക് ആയപ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു.
ആദ്യത്തെ ഇതില് ഇൻസാറാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞാൽ ബ്ലസ് സാർ സംസാരിക്കാൻ ഒന്നും എനിക്ക് അറിയില്ല. ഇപ്പൊക്കെ സംസാരിച്ചു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ, ഇത് പഴയ ഒരു ബിസിനസ് പോലെ തന്നെയുള്ളതിലേക്ക് കാണുന്നതിനെ കൊണ്ടുവന്നേക്കണേ എന്ന് വിചാരിച്ചു. പെട്ടുപോയേക്കാണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ ശേഷം കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ അവിടെ സംസാരിച്ച സാറന്മാരുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇപ്പൊ 2 സാറന്മാര് വേറെ സംസാരിച്ചു. ആ സംസാരിച്ച് അവർ ഓരോരുത്തരും സംസാരിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം പഴയതുപോലുള്ള ഒരു ബിസിനസ്സിലല്ല കൊണ്ടുവന്നേക്കുന്നത്. ബിസിനസ് വേറൊന്നാണ്. നമുക്ക് ബോറടിക്കുന്ന ഒരു ബിസിനസ്സിലേക്കല്ല നമ്മൾ വെച്ചേക്കുന്നത്. കുറെ സമയം നമുക്ക് കേട്ടിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് സാറെന്ന് ചോദിച്ചു, ബോറടിക്കുന്നുണ്ടോ എന്ന്. ആദ്യം സത്യത്തിൽ എനിക്ക് ബോറടിച്ചായിരുന്നു. പിന്നെ സംസാരം കുറെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോ എനിക്ക് ബോറടിക്കല്ല ചെയ്തത്, കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ് ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എന്റെ മനസ്സിൽ സേവ്യർ എന്ന് പറഞ്ഞ സാറാണ് തോന്നുന്നു. സേവ്യർ ലാസ്റ്റ് സംസാരിച്ച സേവ്യർ സാറിനാണ് തോന്നുന്നു പേര്, കറക്റ്റ് അല്ല. പക്ഷെ ആ സാറ് സംസാരിച്ച ഓരോ വാക്കുകളും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സാറ് പറഞ്ഞു. പിന്നെ അതിൽ നമ്മൾ ഒരാളെ നമ്മൾ ഇതില്ല ജോയിൻ ചെയ്യുന്നതല്ല, നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉപകാരപ്രദമാണ്. അങ്ങനെ ഓരോ വാക്കുകളും സാറിന്റെ ഓരോ വാക്കുകളും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. എനിക്കും ജോയിൻ ചെയ്ത് എനിക്കും ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, എന്നെ വീട്ടില് സാറെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കുന്ന ഈ ബാൻഡിനെ കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത സമയത്ത് സാർ വിശദമായിട്ട് നമ്മളോട് ഇതൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരിക്കാതിരുന്നതിന് കാരണം സാറ് ഞങ്ങള് ചോദിച്ചതിനൊന്നും മറുപടി തരാതെ അതിന്റെ വിശദീകരണം തരാതെ ഇരുന്നത്. പിറ്റേ ദിവസം എന്നോട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറഞ്ഞത് എന്തായിരുന്നു പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ സാറ് പറഞ്ഞ് വിശദമായി സാറ് പറഞ്ഞത് അറിയുന്നതിലും നല്ലത് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കറക്റ്റായിട്ട് കാര്യങ്ങള് സാറ് പറഞ്ഞതിലും ഏറ്റവും ബെറ്റർ ആയിട്ട് സാറിനേലും വലിയ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞ് മനസ്സിലാവട്ടെ, കണ്ട് മനസ്സിലാവട്ടെ, കേട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അന്ന് എന്നോട് ഈ വിഷയം പറയാതിരുന്നത്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാതിരുന്നത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങളിൽ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം കുറഞ്ഞത് ചിലപ്പം 2 വർഷം 3 വർഷം ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കുമല്ലോ. അപ്പം ഇതിലേക്ക് എനിക്കും പങ്കുചേരണം. എനിക്കിതൊന്നും പറഞ്ഞു കേട്ട അറിവല്ലാതെ ഇപ്പൊ ഈ കുറഞ്ഞ ദിവസം, അതായത് ഏറ്റവും ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞല്ലോ, എന്റെ ചിൽപ്പടിക്കത്തെ പ്രോഗ്രാമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാമോട് കൂടിയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. എന്താണെന്ന് വെച്ചാല് നമുക്ക് ഓരോരുത്തർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്, ആ ഒരു പ്രൊജക്റ്റാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ സാഗർ ജോഷി സാർ എന്തായാലും എത്തിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഓരോരുത്തർക്കും വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളിൽ ഒരാളായിട്ട് എനിക്കും ഇത് മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങളിൽ ഒരാളായിട്ട് ഈ പ്രൊഡക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. എനിക്കും ഇതില് പിന്നെ ഒരു കാര്യം മനസ്സിൽ, ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ സൂം മീറ്റ് കുറച്ച് 2 എനിക്ക് വിട്ടു പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഞാനും ചെറുതായിട്ട് ഡ്രീമൊക്കെ കാണാൻ പറ്റുന്നു. കാരണം ഇതിൽ കൂടി എനിക്കും എന്റെ ഇഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ്, തീർച്ചയായിട്ടും എനിക്കും അത് കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അങ്ങനത്തെ കോൺഫിഡൻസ്. ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും. കുറച്ച് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസം അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടാവും പുതുതായിട്ട് വന്നേക്കുന്നത്. എന്റെ ഈ വാക്കുകളൊന്നും ഒന്നും അല്ല കേട്ടോ. അപ്പൊ ചെറിയ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കൊക്കെ എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും ഇതിനെ, ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, പ്രൊജക്ട് എന്താണെന്ന്. അപ്പൊ ഒരുപാട് മനസ്സിലാക്കി ഒരുപാട് പേര് അത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള പേരുടെ കൂടെ നമുക്കും വർക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക്
പരിധിയിൽ കൂടുതൽ എന്നല്ല, അങ്ങേയറ്റം ഒരു 90% അവരോടൊപ്പം കൂടി ചേരാനും പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനും പ്രൊജക്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയുന്നതും യാതൊരു സംശയവും എനിക്കെങ്കിലും സാർ എന്നെ കൊണ്ട് എത്തിക്കുന്ന ഈ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും ഞാനും ഒരു നിലയിലെത്തും. എനിക്ക് എത്താൻ കഴിയും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ മോട്ടിവേഷൻ ക്ലാസ്സും പരമാവധി എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം നിങ്ങളൊരാളായിട്ട് എന്നെയും ഇതിൽ ചേർത്ത് കൂടെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വെയിറ്റിംഗിൽ നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ബുഷ്റമയാണ് നമ്മളോട് സംസാരിക്കാനുള്ളത്. മാം വെയിറ്റിംഗിലാണ്. ഞാൻ ഒരുപാട് കുറച്ചറിവ് മാത്രമുള്ള ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാത്രമുള്ള ഞാൻ ഒരുപാട് ദുരിപ്പിച്ച് ആരെയും ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും രക്ഷാകർത്തൃ കൂടിയായ ഹസ്ബൻഡും വൈഫും കൂടി ബിസിനസ്സിൽ പങ്കുചേർന്ന് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബുഷ്റ മാമിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോട് ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ബുഷ്റ മാം. താങ്ക് യു ഹസന മാം. താങ്ക് യു. അപ്പോ എല്ലാവർക്കും നല്ലൊരു പുലർക്കാലം നേർന്നുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ഉഷാ സുബൈർ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. പിന്നെ എന്നെ വെൽക്കം ചെയ്ത ഹസന മാമിനെ കഴിഞ്ഞ എൻ്റെ പ്രോഗ്രാമിലാണ് പരിചയപ്പെടുന്നത്. കാര്യമായിട്ടൊന്നും അറിയില്ല, അന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ടു, പേര് ചോദിച്ചു, എവിടെ താമസിക്കുന്നു, അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടേ ഉള്ളൂ. മാമും പറഞ്ഞത് മാമിന്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് അതെന്നായിരുന്നു. എന്തായാലും മാമിന് ഈ ബയോട്ടോറിയം ഫാമിലിയിൽ നിന്ന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പിന്നെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ തുടങ്ങാണ്. ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാനും ബയോട്ടോറിയമാണ് സബ്ജക്റ്റാണ്. ഇപ്പോ പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. കാരണം ഇതിലേക്ക് എത്തിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോ എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കൊറോണ വാക്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. ആൾക്ക് എന്താ പറയാ, ശ്വാസമുട്ടലിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പകലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാത്രിയായ ബെഡിൽ പോയി കിടക്കാൻ പറ്റില്ല, കിടന്ന ഉറക്കം വരില്ല, ശ്വാസം മുട്ടൽ തുടങ്ങും. ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഉറക്കത്തിന്റെ ഇടയിൽ ചിലപ്പോൾ ശ്വാസം കിട്ടാതെ പെടഞ്ഞെണീക്കുന്ന ഒരുപാട് രാത്രികൾ ഞങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള BNB ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കുറെ നാള് ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എറണാകുളം. അവിടെ കൊണ്ടുപോയി ഒരു 6 മാസത്തോളം ഗ്യാസ്ട്രോളജിനെ കാണിച്ചു. ഗ്യാസിന്റെ ഏറ്റവും ഡോസ് കുറഞ്ഞ ഗ്യാസിന്റെ ഗുളിക മുതൽ ഏറ്റവും ഡോസ് കൂടിയ ഗ്യാസിന്റെ ഗുളിക അവര് കഴിച്ചിട്ടുണ്ട് 6 മാസം. എന്നിട്ടും യാതൊരു മാറ്റവും കിട്ടിയില്ല. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടന്നാലും ആൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യാനായിട്ട് എണീച്ചുകൊണ്ട അവസ്ഥകൾ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങനെ അതുകൊണ്ട് ഉറക്കം കറക്റ്റ് ആവാറില്ല. ഗ്യാസിന്റെ പ്രശ്നം നല്ലപോലെ ഉണ്ടായിരുന്നു. അതുപോലെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുന്ന പ്രശ്നം. അപ്പോ അതിന്റെ ഫലമായിട്ട് തലവേദന നല്ലപോലെ ഉണ്ടാവായിരുന്നു. ഒട്ടുമിക്ക സമയങ്ങളിൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് തലവേദന എപ്പോഴും ആൾക്ക് തലവേദനയായിരിക്കും. അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിൽ പോയി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കിയിട്ടും എന്താണ് ആളുടെ ബുദ്ധിമുട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വാർഡിലെ അംഗൻവാടി ടീച്ചറായ സിന്ധു ടീച്ചർ
അങ്കമാടിയിൽ ഒരു ക്ലാസ്സിന്റെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അന്ന് അവിടെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നത് സുധി സാറും സരിത മേഡവും ആയിരുന്നു. സുധി സാറിന്റെ ക്ലാസ്സും സരിത മേഡത്തിന്റെ ഡെമോയൊക്കെ സൂപ്പർ ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. നമ്മൾക്ക് അപ്പൊ തന്നെ അത് ആ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അത്രയ്ക്ക് എനർജിയിലാണ് അവർ അന്ന് ക്ലാസ് എടുത്തത്. പക്ഷെ അന്നത്തെ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ആ പ്രൊഡക്റ്റ് എനിക്ക് അന്ന് വാങ്ങിക്കാൻ സാധിച്ചില്ല. ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. യൂനിസ് സാറും സിന്ധു ടീച്ചറും കൂടിയായിട്ടാണ് പ്രൊഡക്റ്റ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നത്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ എന്റെ ഹസ്ബൻഡിന് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ പോകുന്തോറും ഓരോ ദിവസം പോകുന്തോറും നല്ല റിസൾട്ടുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ശ്വാസമുട്ടലിന്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ മാറി, പോയി കിടന്നാൽ നല്ല ഉറക്കം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഗ്യാസ് ട്രബിൾ, അത് എന്റെ ബുദ്ധിമുട്ട് മാറി കിട്ടി. പിന്നെന്താ, ഇടയ്ക്കിടയ്ക്ക് വരാതെ വന്നുകൊണ്ടിരുന്ന തലവേദന, അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതിന്റെ കൂടെ ഞാനും ഫാമിലിയൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ പാരൻസിന് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം എൻ്റെ ഉമ്മച്ചിയും വയ്യാതിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഉമ്മച്ചിക്കും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. എല്ലാവരും ഇപ്പൊ നല്ല ഹാപ്പിയാണ്. പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷമാണെങ്കിലും യൂനിസാറായാലും സിന്ധു ടീച്ചറായാലും നല്ലപോലെ ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. എപ്പോഴും വിളിക്കും, എങ്ങനെയുണ്ട്, ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മള് റിസൾട്ട്, അതിന്റെ റിസൾട്ടുകൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫസ്റ്റ് ടൈമിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് അതിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ പുറകിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് യൂനിസാറ് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് റിസൾട്ട് ഒക്കെ കിട്ടിയില്ലേ, ഇതിൽ നിന്നും ഇത് അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചിട്ട് പറഞ്ഞത്. അപ്പോ പിന്നെ സൂം ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും പിന്നീട് വന്ന സൂം മീറ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. BOP പ്രോഗ്രാമുകൾ, NTOP പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ അങ്ങനെ പിന്നെ ഇവര് നിരന്തരം വിളിച്ചോണ്ടിരുന്നു. യൂനിസാറായാലും സിന്ധു ടീച്ചറായാലും വിളിച്ചോണ്ടിരുന്നു, ഇതിനകത്തോട്ട് ഇറങ്ങുന്നു പറഞ്ഞിട്ട് എപ്പോഴും വിളിച്ചോണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് കുറച്ച് ഞങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഞങ്ങളുടെ അയൽവാസികളിലേക്കൊക്കെ കുറച്ച് പേർക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു 4 മാസം കൊണ്ട് ഒരു 25,000 രൂപയോളം ഈ വരുമാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 25,000 രൂപ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അത് എന്റെയോ എന്റെ ഹസ്ബൻഡിന്റെയോ ഒരു എന്താ പറയാ, ഹസ്ബൻഡിന്റെ ഒരു കഴിവ് കൊണ്ട് നേടിയെടുത്തതല്ല. ഞങ്ങൾക്ക് 2 ആൾക്കും എന്താണ് നെറ്റ്വർക്ക് എന്ന്, അതോ എന്താണ് നെറ്റ്വർക്ക് എന്നോ ഡയറക്റ്റ് സെല്ലിങ് എന്താന്നോ ഒന്നും അറിയില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ലീഡർമാരാണ്. സൂം മീറ്റിങ്ങിലൂടെ, BOP ഒക്കെ നമ്മുടെ ഗ്രേറ്റ് ലീഡർമാർ ഓരോരുത്തരുടെയും ക്ലാസ്സുകളിലൂടെയൊക്കെയാണ് ഞങ്ങളിത് പരിചയപ്പെടുന്നത്. പിന്നെന്താ പറയാ, യൂനിസാറിന്റെ കട്ട സപ്പോർട്ട്, യൂനിസാറ് എന്താ പറയാ പിന്താങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോ ഈ ഫീൽഡിൽ നിന്ന് മുന്നോട്ട് ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. പിന്നെ അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, കഴിഞ്ഞ ദിവസം നടന്ന NTOP വർക്ക്ഷോപ്പ് വളരെ ഉപകാരപ്രദമായിരുന്നു. അഭിലാഷ് സാറിന്റെ വർക്ക്ഷോപ്പ്, ജോയ് പീറ്റർ സാറിന്റെ പ്ലാൻ മേക്കിംഗ് എല്ലാം ഒരുപാട് ഉപകാരപ്പെട്ടു. സിന്ധു ടീച്ചർ പറഞ്ഞ പോലെ അവരൊക്കെ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അവർക്ക് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കയറിയ ഞങ്ങൾക്കൊക്കെ അപ്പൊ അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ. തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാം ഇപ്പൊ വർക്ക്ഷോപ്പ് ആണെങ്കിലും NTOP പ്രോഗ്രാമുകളാണെങ്കിലും എല്ലാം നല്ല മികച്ച രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞങ്ങള് നല്ല ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താന്ന് വെച്ചാല് എനിക്ക് എന്റെ ഹസ്ബൻഡിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മുന്നോട്ട് വരുവാനുള്ള ഒരു
ഉൾവലിഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു പ്രകൃതക്കാരാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോ എത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടെങ്കിലും മാറി നിന്ന് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പരിപാടി. മനോധൈര്യം എന്നുള്ളത് ഇല്ല. മനോധൈര്യം ഒന്നും ഇല്ലാതെ പോയതുകൊണ്ട് ഒന്നും നേടാൻ സാധിക്കാതെ ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രകൃതക്കാരാണ്. അപ്പോ അതുപോലെ എല്ലാ ഇമോഷനും പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഉടമയാണ് ഞാനും. അതുകൊണ്ട് തന്നെ മാനസിക ധൈര്യം കുറവാണ്. അപ്പൊ മുന്നോട്ട് വരിക എന്നുള്ളത് ഒരു ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ ബയോട്ടോറിയത്തിൽ വന്നിട്ട് നമ്മുടെ ലീഡർമാർ അത്രയും സപ്പോർട്ട് ആയതുകൊണ്ട് പിന്തിരിഞ്ഞ് ഓടാനായിട്ട് അവര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുന്നോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കണേണ്. അതുപോലെ ഡാനി സാറ് വെച്ചേക്കുന്ന ബോട്ട് യാത്ര, തായ്ലാന്റ് ട്രിപ്പ് ഒക്കെ നമ്മളെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഡ്രീംസ് കാണാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു മൈൻഡോടുകൂടിയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു വരുമാനം ഇതുമൂലം ഡാനി സാറിന്റെ ബോട്ട് യാത്രയും തായ്ലാന്റ് ട്രിപ്പ് മാത്രമല്ലല്ലോ, അതിലൂടെ നമ്മൾക്കൊരു നല്ലൊരു വരുമാനം നമ്മുടെ അക്കൗണ്ടിൽ കയറില്ലേ. അതും പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇത്രയും വരുമാനം തരുന്ന, നമുക്ക് നല്ലൊരു വെൽത്ത് തരുന്ന, ഹാപ്പിനെസ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിനല്ലാതെ വേറെ ഒന്നിനും സാധിക്കില്ല. വാങ്ങി ഉപയോഗിച്ചവരെല്ലാം വെറുതെ ആണോ, എന്താ പറയാ, നമുക്ക് അത്ര റിസൾട്ട് തരുന്നത് കൊണ്ടാണ് ഈ വാങ്ങി ഉപയോഗിച്ചവരെല്ലാം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ഫീൽഡിലാണ്. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ മനോധൈര്യം, നമ്മളുടെ കഴിവനുസരിച്ച് മുന്നോട്ട് നേടിയെടുത്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾക്ക് എന്താ പറയാ വിജയം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ലീഡർമാരുടെ അനുഭവങ്ങൾ നമ്മളെ ഒരുപാട് ഈ വിജയത്തിൽ എത്തിക്കാൻ അവരുടെ എന്താ പറയാ അവരുടെ അനുഭവങ്ങൾ നമ്മള് മുന്നോട്ട് നയിക്കാൻ ഒരുപാട് സഹായിക്കും. അതിലൂടെ നമുക്കൊരു നല്ലൊരു വരുമാനം നേടിയെടുക്കാനും സാധിക്കും. പിന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ അനുസരിപ്പിക്കാനോ ശാസിക്കാനോ ആരും വരില്ല എന്നതാണ് ഈ മേഖലയുടെ ഒരു പ്രത്യേകത. നമ്മുടെ സമയവും സന്ദർഭവും നോക്കി നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. നമ്മുടെ കരുത്തുറ്റ ലീഡർമാര് ഡാനി സാറ്, അഭിലാഷ് സാറ്, യൂനി സാറും ഒക്കെ നമ്മുടെ ഒപ്പമുള്ളപ്പോൾ നമുക്ക് എന്ത് നോക്കാനാ, ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഫീൽഡിൽ ഇറങ്ങി വർക്ക് അറേഞ്ച് ചെയ്തിട്ട് സ്പോട്ടിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. അതിനിപ്പോ കൂടുതലും നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂനിസ് സാറാണ്. ഈ അവസരത്തിൽ യൂനിസ് സാറിന് ഞങ്ങളുടെ സ്നേഹത്തോടുള്ള കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കാരണക്കാരായ സുധി സാറിനെയും സരിത മേഡത്തിനെയും സിന്ധു ടീച്ചറിനെയും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ബയോട്ടോറിയം ഫാമിലിയിലെ കൂടിയുള്ള യാത്രയിൽ അമ്മയെ പോലെ കൊണ്ടു കിടക്കുന്ന ഞങ്ങളുടെ ഗീത ചേച്ചി, ജോയില്, അതുപോലെ ഞങ്ങളുടെ കൂടെ ഒപ്പം വർക്കിന് ചേരുന്ന നിഷിത, എൻ്റെ ബ്രദർ, നാത്തൂനൊക്കെ ഈ അവസരത്തിൽ ഞാൻ അവരൊക്കെ ഓർക്കുകയാണ്. ബ്രദറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ബ്രദറിന്റെ വൈഫിന് വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്തു. അവൾക്ക് വെരിക്കോസ് വെയിന് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അവൾ അതിന്റെ കൂടെ ബ്രദറും ഉപയോഗിക്കുന്നതുകൊണ്ട് എന്റെ ബ്രദറിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബയോട്ടോറിയം ഫാമിലിയിലേക്ക് വന്നിട്ട് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 സംഭവങ്ങളാണ് സേവൂർ സാറിന്റെ ഹൗസ് വാമിങ്ങിന് പോയതും തിരുവനന്തപുരം യാത്രയും. അത് തിരുവനന്തപുരം യാത്ര എന്ന് പറഞ്ഞാല് ഗ്രേറ്റ് ലീഡർമാരുടെ കൂടെ എന്താ പറയാ ഒരുമിച്ചുള്ളൊരു യാത്രയായിരുന്നു. നല്ലൊരു ഫീലിംഗ് ആണ് ആ ഒരു യാത്ര സമ്മാനിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിന് നിയമം മൂലം അംഗീകരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു.
ഏഹ് ആ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോയതെന്ന് പോലും അറിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് എൻജോയ്മെന്റ് ആയിരുന്നു ഈ ലീഡർമാരുടെയൊക്കെ കൂടെയുള്ള യാത്ര. ലീഡർമാരാണെന്നോ അവര് ലീഡർമാരാണെന്നോ ഒരു ഫീലിങ്ങോ, നമ്മൾ അവരുടെ താഴെ നിൽക്കുന്നവരാണെന്നുള്ള ഒരു ഇതൊന്നും നമ്മൾക്ക് അപ്പൊ വണ്ടിയിലോട്ട് കയറിയപ്പോ നമ്മൾക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത ഒരുപാട് പേര്, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് ഒന്നും അറിയില്ല. കയറിയ സീറ്റിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ കൂടെയൊക്കെയുള്ള യാത്രകൾ ഇത്ര മനോഹരമാണോ എന്നൊക്കെ മനസ്സിൽ വന്നത്. പിന്നെ ഈ മേഖലയിലൊന്നും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ, ഒന്നിനെ പറ്റി ഒരു അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിപ്പെടുന്നതും ഇതിൽ പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ എങ്ങനെ അവരൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അത്ര പേടിച്ച് കണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് ആ ഒരു യാത്ര മനസ്സിലാക്കി തന്ന്. എല്ലാവരും അത്രക്ക് കട്ട സപ്പോർട്ടായിരുന്നു. പരിചയമില്ല എന്നുള്ള ഒരു സംഭവമേ അവിടെ വന്നില്ല. കാരണം എല്ലാവരും നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുമാറിക്കൊണ്ടിരുന്നത്. രാവിലെ എപ്പോഴും 5-5:30 എങ്ങാണ്ടായപ്പോ ട്രാവലറിൽ കയറിയിട്ടും 4 മണി എങ്ങോ ആയി തിരുവനന്തപുരത്ത് എത്തുമ്പോ. അത്ര സമയം എങ്ങനെ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് വൊമിറ്റിങ്ങിന്റെ നല്ല പ്രശ്നമുള്ള ആളാണ്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായില്ല. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അനുഭവിക്കാനുള്ള ഫീൽ ചെയ്യാനുള്ള ഒരു സമയമൊന്നും നമുക്ക് ആ ട്രാവലറിൽ കയറിയിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. പാട്ടും ചിരിയും വർത്തമാനവും ഒക്കെ ആയിട്ട്, അതുപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് നല്ലൊരു എൻജോയ്മെന്റ്, നല്ലൊരു അനുഭവം ആയിരുന്നു ജീവിതത്തില്. സാധാരണ മക്കളെയൊന്നും കൂടാതെ പോകുമ്പോൾ അങ്ങനെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല ഒരു യാത്രയും. പിള്ളേരെയും കുട്ടി ഫാമിലി ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഞാൻ ആ സന്തോഷമൊക്കെ ആസ്വദിച്ചിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പോയിട്ട് എനിക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഞാൻ ഇതുപോലെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എനിക്കൊരു എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പക്ഷെ എൻജോയ്മെന്റിന് പോകുമ്പോൾ കൂടെ എൻ്റെ ഹസ്ബൻഡ് മക്കളില്ലാതെ പോകുമ്പോൾ ഒരു ഫീലിംഗ്, അത് അങ്ങനെ മനസ്സിലേക്ക് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ സന്തോഷിക്കാൻ പറ്റാറുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ കൂടെ പോയപ്പോ എന്താണോ നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെന്താ, എന്തായാലും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഞാനിപ്പോ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ IBG ടീം, സാറിന്റെ കീഴിലുള്ള ഞങ്ങളുടെ IBG ടീം, ഞങ്ങൾ എല്ലാവരും കൂടി സേവ് സാറിന്റെ ഹൗസ് വാമിങ്ങിന് പോയി. ഈ ബയോട്ടോറിയവും ഞാനും എന്ന വിഷയം സംസാരിക്കുമ്പോൾ സേവ്യർ സാറിനെ ഓർത്തില്ലെങ്കിൽ പിന്നെ ആരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കാം. സാറിന്റെ അവിടെ ചെന്ന് കണ്ട വീട് കണ്ടപ്പോ, സാറിന്റെ വീട് കണ്ടപ്പോ, അതുപോലെ എന്താ പറയാ, ആ വീട് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്താ പറയാ, സാറ് പിന്നെ സാറിന്റെ കഥകളൊക്കെ ഞാൻ ഒരു വൈറ്റിലയിലൊരു BOPക്ക് പോയപ്പോ ഒരു നെറ്റിന്റെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ്. അതുപോലെ സാറിന്റെ ഇപ്പോഴത്തെ വെൽത്ത്, ഹെൽത്ത്, ഹാപ്പിനെസ് എല്ലാം സാറ് ഈ ഒരു ബയോട്ടോറിയം മേഖലയിൽ നിന്നും സമ്പാദിച്ചെടുത്തതാണ്. അപ്പോ നേരിട്ട് അവിടെ പോയി കണ്ടപ്പോ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതുപോലെ ആ സാറിന്റെ മുഖത്തുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ്, ആ ഒരു ഹൗസ് വാമിങ് ചെന്നപ്പോ അവിടെ കണ്ട ആ സാറിന്റെ മുഖത്തുള്ള ഒരു കോൺഫിഡൻസും പിന്നെ എന്തിനെ നേരിടാനുള്ള ഒരു കരുത്ത്, നേടിയെടുത്തതിന്റെ ഒരു കരുത്തും സാറ് ഈ ഫീൽഡിൽ, ഈ ബയോട്ടോറിയം എന്ന ഈ ഫാമിലിയിൽ വന്നതിന് ശേഷം നേടിയെടുത്തതാണല്ലോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്രയിൽ ഭയങ്കര എനർജിയാണ് തരുന്നത്. പിന്നെന്താ, പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയതുകൊണ്ട് നമ്മുടെ ഒരു
എന്താ പറയാ സ്വാമിന് പോയതുകൊണ്ട് നമ്മുടെ MD സാഗർ ജോഷി സാറിനെ നേരിൽ കാണാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ സാധിച്ചു. അതൊരു നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു, ഒരു സന്തോഷമായിരുന്നു. ഒരു MD-നെയൊക്കെ നേരിട്ട് ഇത്ര വേഗത്തിൽ നേരിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്തോഷമായിരുന്നല്ലോ. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്, പക്ഷെ അത്രക്ക് തിരക്കിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും സാറിനെ കണ്ടു, ഒരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കാൻ പറ്റി. പിന്നെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ IBGയുടെ കീഴിലുള്ള ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒന്ന് കൂടാനും സന്തോഷിക്കാനും പിന്നെ പോണ വഴിക്ക് ഒരു ബീച്ചിലൊക്കെ കുറച്ച് സമയം ചെലവഴിക്കാനും ഞങ്ങളുടെ ലീഡർ യൂനിസ് സാർ ഞങ്ങൾക്ക് ഒരു അവസരം കൂടിയാണ് തന്നത്. ഒരു കെട്ടുറപ്പ്, ഞങ്ങളെല്ലാവരും IBGയുടെ കീഴിലുള്ള ഞങ്ങളെല്ലാവരും ഒരു ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കാനും ഞങ്ങളുടെ കൂടെ എപ്പോഴും യൂനിസ് സാർ ഉണ്ടാവും എന്നുള്ള ഒരു കോൺഫിഡൻസ് തരാനും ഒരു യാത്ര നല്ലപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. IBGയെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ ഈ ഒരു യാത്ര വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ബയോട്ടോറിയത്തിൽ വന്നിട്ട് ഈ ഒരു 2 യാത്രകളും നല്ല മെമ്മറി തരുന്ന ഒരു സംഭവങ്ങളായിരുന്നു. മുന്നോട്ട് പോകാൻ ഇതൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ നല്ലൊരു എനർജിയാണ് തരുന്നത്. ഇതൊക്കെയാണല്ലോ നമ്മുടെ ടീം മെമ്പേഴ്സ്, ഇവരൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇവരുടെ കൂടെയുള്ള ഓരോ യാത്രകളും ഇതിലും മനോഹരമായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ഉള്ളില് ഇപ്പൊ എന്താ പറയാ, പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാനും എന്താ തായ്ലാന്റ് ട്രിപ്പ്, ഡാൻസാന്റെ തായ്ലാന്റ് ട്രിപ്പ്, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പൊ വർക്ക് പിടിക്കാനൊക്കെ അതൊരു ഉത്സാഹവും ഉന്മേഷമൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ BOPക്ക് ഷംന മാം പറഞ്ഞതുപോലെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് കിടക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് അതിനെ എന്താ പറയാ, എത്ര പറഞ്ഞാലും നമ്മൾക്ക് ഇപ്പൊ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അവരുടെ ആ സമയത്തുള്ള അവരുടെ ഫീലിങ്സ്, പിന്നെ കുറെ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മളുടേതാണെന്നും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പങ്കാളിയാവാൻ ശ്രമിക്കുന്നവർക്ക് കുറെയൊക്കെ മനസ്സിലാവാൻ പറ്റും. അല്ലാത്തവർക്കൊന്നും അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ നമ്മളുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മളിപ്പോ നമ്മളുടെ വീട്, നമ്മളുടെ മക്കള് എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സമ്പാദ്യം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയില് നമ്മളുടെ ആരോഗ്യവും കൂടി ഒന്ന് നോക്കിയിട്ട് ഈ പ്രൊഡക്റ്റ്, ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത് മറ്റുള്ളവരിലൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഓരോരുത്തരിലേക്കും ഈ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. അപ്പോൾ നമുക്ക് ബന്ധപ്പെട്ടവര്, നമുക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവര് ഒരുപാട് പേരുണ്ടാവുമല്ലോ, നമ്മളെ റിലേറ്റീവ്സ്, സുഹൃത്തുക്കള്, നമ്മുടെ അയൽവാസികള്, അങ്ങനെ ഒരുപാട് പേര്. അവരിലൂടെ നമുക്ക് പിന്നീട് ഒരു മറ്റുള്ളവരിലേക്കും എത്തിച്ച് എല്ലാവരുടെയും ആരോഗ്യം മാത്രമല്ല വെൽത്തും റെഡിയാക്കി കൊടുക്കാൻ, ഹാപ്പിനെസ്സും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലേ. അപ്പൊ ഇതെന്താ പറയാ, യൂനിസ് സാർ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ശക്തിയാണ്. നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ തട്ടിമാറ്റാൻ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഈ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ മാറ്റിക്കളയാൻ മാറി കിട്ടും എന്ന് പറയണം. അപ്പോൾ ഇതുപോലുള്ള നന്മകൾ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ലഭിക്കാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന മാത്രമല്ലല്ലോ നല്ലൊരു സമ്പാദ്യം. നമ്മളുടെ ഭാവി ജീവിതം നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും, നമ്മളുടെ മക്കളുടെ ഭാവി ജീവിതം. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് തരുന്നത്. കാരണം ഇപ്പോ ഒരു ഫാമിലി ബോണസ് അടിച്ചാൽ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഏത് മേഖലയിൽ പോയാലും ഇത്രയും വരുമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയും, എന്താണ് ഈ നെറ്റ്വർക്ക് എന്നൊന്നും അറിയില്ലാതെ, എന്താണ് മറ്റേ
ഡയറക്റ്റ് സെല്ലിംഗ് ഒന്നും അറിയില്ലാതെ വന്നുപെട്ട ഞങ്ങൾക്ക് ഇത്ര സിമ്പിളായിട്ട് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾക്ക് ഇത്ര സിമ്പിളായിട്ട് ഞങ്ങളുടെ ലീഡർമാരുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ഇത്ര സിമ്പിളായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മറ്റുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഫീൽഡിൽ വന്നും വിജയിച്ചു പോരാൻ സാധിക്കും. കാരണം അത്രക്ക് എന്താ പറയാ നല്ല സപ്പോർട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കൈകളിൽ കിട്ടിയേക്കണത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾക്ക് എന്തായാലും നമ്മൾ ഇതിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ പറയാ, പിന്നെ നമ്മുടെ സേവർ സാർ പറഞ്ഞതുപോലെ നമ്മള് ഇപ്പം മുന്നോട്ട് പോകുന്ന പാതയില് നമ്മുടെ കൂടെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. കാരണം ഇതൊരു ട്രീ ആണല്ലോ. ആ ട്രീയിൽ നമ്മൾ കൊണ്ടുവരുന്നവരെല്ലാം നമ്മളുടെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ പിൻഗാമികളായിട്ട് വരുന്ന ഓരോരുത്തരെയും നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മളും നല്ലൊരു ലെവലിലെത്തും. അതുപോലെ തന്നെ അവരെ കൊണ്ടുവരുന്നവരെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും മനസ്സ് വേദനിപ്പിക്കാതെ, അവരുടെ കണ്ണുനീര് ചാടിക്കാതെ, അവരെ നമുക്ക് ചവിട്ടി താഴ്ത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ, യുനസാറിനെ പോലെ ഏതു നേരവും ചിരിച്ചുകൊണ്ട് ഈ ബയോട്ടോറിയത്തെ സമീപിച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു വിജയം ഉറപ്പാണ്. പിന്നെന്താ, ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും തരുന്ന, നമ്മെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഈ ബയോട്ടോറിയം നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു മാം. ഒരുപാട് നല്ല അഭിപ്രായങ്ങളും അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. നമുക്ക് ഒരു വിശ്രാമാനുള്ള ഒരുപാട് അനുഭവങ്ങളാണ് വിശ്രാമൻ പറഞ്ഞത്. ഒരുപാട് ഡ്രീം ഉണ്ട് വിശ്രാമന്. പിന്നെ ഓരോ യാത്രകളെ കുറിച്ച്, ടീം മെമ്പേഴ്സിന്റെ കൂടെയുള്ള ഓരോ യാത്രകളെ കുറിച്ചൊക്കെ വിശ്രാമൻ പറയുമ്പോൾ എനിക്കും വല്ലാതെ കൊതി തോന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു അസൂയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. കാരണം കുറച്ചു മുമ്പേ ഇതിലേക്ക് വരാമായിരുന്നു, യൂനിസാറിന് കുറച്ചു മുന്നേ എന്നെ ഒന്നും വിളിക്കാമായിരുന്നു ഇതിലേക്ക് എന്നൊക്കെ എനിക്കൊരു ചെറിയൊരു കുശുമ്പ് അസൂയൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരോടും അല്ല, ഇപ്പൊ ഭൂഷണൻ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് വൈകിട്ടുള്ള വേളയിലായാലും ഞാനും ഉണ്ടാവും കൂടെ. എനിക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസോട് കൂടി ഞാനും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും എല്ലാ ക്ലാസ്സുകളും ഞാനും അറ്റൻഡ് ചെയ്ത് എല്ലാവരുടെയും മോട്ടിവേഷനും, നമ്മുടെ ചിരിയുടെ രാജകുമാരനൊക്കെ അല്ലേ നമ്മുടെ കൂടെയുള്ള. തീർച്ചയായിട്ടും നമുക്ക് അബ്ലാസ് സാറ്, പിന്നെ ഓരോ ലീഡേഴ്സിന്റെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും എല്ലാവരുടെ ക്ലാസ്സും മോട്ടിവേഷനും ഒക്കെ കൂടി ആകുമ്പോൾ ഞാനും ഇതിനകത്ത് ബിൽഡായി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ യൂനിസ് സാറ് സംസാരിക്കും. ഇത് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ളതാണെങ്കിലും സാറ് സംസാരിക്കുന്നതായിരിക്കും. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. വോയിസ് കറക്റ്റ് അല്ലേ? ഓ, കറക്റ്റാണ്. ഓക്കെ. എന്നും രാവിലെ സൂം ഓൺ ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മുഖങ്ങളെ കാണാം. ഇന്നും അതൊക്കെ തന്നെ തുടരുന്നു. വളരെയേറെ സന്തോഷം. അതിലേറെ സന്തോഷം MC എടുത്ത ഹസീന മാം പറഞ്ഞ പോലെ കുറെ നാളുകളായിട്ട് എനിക്ക് പരിചയമുള്ള എൻ്റെ മാമയുമായി ബന്ധപ്പെട്ട മാമയുടെ അളിയന്റെ ഒരു റിലേഷൻപ്പെട്ട ഒരു സഹോദരിയാണ്. ഒരു ഡയറക്ട് സെല്ലിംഗിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതില് അവർക്കിടെ മകളുടെ വീട്ടിൽ സാധനം കൊടുത്തത് 10 വെച്ച് കൊടുക്കുന്ന സാധനമായിരുന്നു എന്നിട്ട് നമുക്കും അറിയാമല്ലോ. അപ്പൊ അതിൽ വളരെ പ്രയാസം അനുഭവപ്പെട്ടതിന്റെ പേരിൽ ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നീട് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടും ഇതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാതെ ഇരുന്നത്. ജസ്റ്റ് ഒരു ഡെമോ തന്നിട്ടും മാത്രം വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. എറണാകുളത്തെ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന അവിടുന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലേ ചാക്കോ സാറേ, അവസരം കിട്ടിയാൽ നമ്മൾ കയറി പിടയ്ക്കും. അതെ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ മനഃപൂർവ്വം
പറയാതെ, കാരണം പറയാനുള്ള കാരണം ശരിയല്ല. ഇതിനു മുമ്പുള്ള ഓരോ ബിസിനസ്സുകളും നമ്മൾ ചെയ്ത് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ, കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകേണ്ട ഒരു അവസ്ഥ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ ഡിഫറെന്റ് ആണ് ബയോട്ടോറിയം. അതുകൊണ്ട് നമുക്ക് ആർക്കിടെ മുന്നിൽ ചെല്ലാം. അപ്പൊ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഓരോരുത്തരെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ ഓർക്കുന്ന ഒരു കാര്യം, നേരത്തെ ഡയറക്ട് സെല്ലിങ്ങിൽ എനിക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റാതെ ഞാൻ പ്രയാസപ്പെട്ട ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഒരു മീറ്റിംഗിലേക്ക് ഒരാള്, രണ്ടുപേര്, മൂന്നുപേര് വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ ഇരുന്നിട്ട് ഞാൻ സങ്കടപ്പെട്ട ഒരു നിമിഷങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ട്രാവലർ നിറച്ച ആളെ വെച്ചുകൊണ്ട് ഇവിടുന്ന്, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എറണാകുളം കളമശ്ശേരിയാണ്, ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് കൊണ്ടുപോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എന്തിനും പോകുന്ന ഒരു ബെൽറ്റ് കൂടെ ഉണ്ടായിരുന്നു. അവരെ ഇന്ന് നമ്മുടെ കൂടെ നിർത്താൻ പറ്റാത്ത, അവരുടെ മുന്നിലോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി എന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാനിവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും വരുന്ന ആളുകളിൽ നമ്മുടെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം ഇന്ന് സംസാരിച്ച ബുഷ്ര മാഡം, ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും പുറകോട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയിലുള്ള അവരാണ്. എന്ത് പറഞ്ഞാലും ചെയ്യാൻ നോക്കട്ടെ, പക്ഷെ ഒരു കാര്യം ചെയ്യയില്ല, നോക്കുകയില്ല, എടുക്കുകയില്ല. പക്ഷെ എന്തിരുന്നാലും അവരുടെ അനുഭവം പറഞ്ഞ് കയറിയിട്ട് ഒരു 40ഓളം മിനിറ്റ് സംസാരിച്ചു എന്നുള്ള കാര്യത്തില് ഐ ആം വെരി പ്രൗഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും പുറകോട്ട് പോകുന്ന അവര് ഇതിൽ ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് സ്വപ്നം കാണാൻ തയ്യാറായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനം തോന്നുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ കൂടെ ഉള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരൊക്കെ ഒരു കാറ്റഗറി നമ്മൾ തിരിക്കാതെ എല്ലാവരെയും വിജയത്തിന്റെ പാന്താവിലേക്ക് എത്രത്തോളം എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റൂ അത്രത്തോളം എത്തിക്കുക. നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അല്ലെ? നമ്മൾ മുറ്റമടിക്കുന്ന ചൂട് ഈർക്കിളിയാണ് എങ്കിൽ അത് ഓടിച്ചെടുക്കാൻ സാധിക്കും. അതേസമയത്ത് ഈർക്കിളി ചൂലായിട്ട് കൂട്ടമായിട്ട് നിന്നാൽ അതിനെ ഓടിക്കുന്ന കാര്യത്തിൽ ഇത്ര പ്രയാസം ഉണ്ടാവും. അപ്പൊ എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ സാധിക്കാത്തതായ ഒരു കാര്യം നമ്മുടെ മുന്നിലില്ല. ശരിയല്ലേ സുരേഷ് സാറേ? സുരേഷ് സാറ് ഓക്കെ അല്ലേ? ഇപ്പൊ ചൂലായിട്ട് നിന്നാൽ നമ്മൾ തകർക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതേ രീതിയിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചാൽ മതി, നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. ഈ ലോകത്ത് നമുക്ക് ഒരാൾ അച്ചീവ് ചെയ്തൊരു കാര്യം അടുത്തൊരാൾക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതാണ്, വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ സ്വപ്നങ്ങളുള്ള ഒരു ആളാണ് കണ്ണടയും വെച്ചുകൊണ്ട് രുദ്രാണി ടീച്ചർ എന്റെ മുന്നിലുള്ളത്. എപ്പൊ കണ്ടാലും മോനെന്ന് വന്ന് സംസാരിച്ച് വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവർക്കിടെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. പ്രായത്തെ മറന്നുകൊണ്ട് അവർക്കിടെ മകനും മരുമോളാണ് കഴിഞ്ഞ നമ്മുടെ ഞായറാഴ്ചത്തെ പ്രോഗ്രാമിൽ ബാംഗ്ലൂരിൽ നിന്ന് സംസാരിച്ചത്, കൂർക്കമ്മരുടെ റിസൾട്ട് പറഞ്ഞത്. അപ്പൊ അത്ര ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അവരൊക്കെ വിജയമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് അവർക്കെല്ലാം നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മൾ കാണുന്ന എല്ലാവരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടില്ല. കാരണം നമ്മളെ ഭയപ്പെടുത്താൻ, നമ്മളെ തോൽപ്പിക്കാൻ, നമ്മളെ തകർക്കാൻ, നമുക്കെതിരെ സംസാരിക്കാൻ ഒരു പറ്റം സമൂഹമുള്ള ഒരു ചുറ്റുവട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ചുറ്റിനും അതുപോലത്തെ കുറെ മനുഷ്യജന്മങ്ങളുണ്ട്. അതിന് നമ്മുടെ സ്വപ്നം അതിഭയങ്കരമാണ് എങ്കിൽ അവര് നമ്മളെ കളിയാക്കുമ്പോ, അവരെ കല്ലെറിയുമ്പോ കല്ലൊരു സൈഡിലോട്ട് പോവുകയും അവര് ടാറ്റ തരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഉയരത്തിലോട്ട് പോകാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഉയരത്തിലോട്ട് നമ്മൾ നിന്ന് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണാൻ തയ്യാറായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു സങ്കടമോ ഒരു വിഷമമോ ഒന്നും തോന്നില്ല. തിരിച്ചടികളില്ലാത്തത് ആരുമില്ല ജീവിതത്തില്. എല്ലാവർക്കും തിരിച്ചടികൾ ഉണ്ടാവും. എല്ലാ തിരിച്ചടികളെയും അതിജീവിക്കാൻ പ്രാപ്തരാകുക എന്നുള്ളതാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടെത്തി മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല എനർജി ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചിലർ പറയുന്ന കാര്യമുണ്ട്, വീട്ടിലോട്ട് ഫാദർ കയറി വന്നാൽ മക്കൾ ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു എനർജി അല്ല വേണ്ടത്. നമ്മളെ കാണുമ്പോൾ നമ്മളിലോട്ട് ആളുകൾ അടുക്കുന്ന, നമ്മളിൽ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയുന്ന കുറെ ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ആ ഒരു എനർജി നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ കാണും കൊള്ള, ഇവന്റെ കൂടെ നിന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന, അല്ലെങ്കിൽ ഇവക്കടെ കൂടെ നിന്ന നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നമ്മുടെ സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റും എന്നൊരു സാധനം നമ്മൾ ഇട്ടുകൊടുക്കണം അവർ.
അങ്ങനെ അവർക്കുടെ കൂടെ നിർത്തി നല്ല എനർജി ഫീൽ ചെയ്തുകൊണ്ട് നല്ല സെറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തിനും ഇത് എന്തും നേടിയെടുക്കാൻ പറ്റും. കാരണം എന്തും തരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക. മിൽക്കി മിസ്റ്റ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ഉണ്ട്, ചാക്കോ സാർ കണ്ടിട്ടുണ്ടോ? മിൽക്കി മിസ്റ്റ്. യെസ് യെസ്. ഏതാണ്ട് 1947 കാലഘട്ടത്തില് ആക്കടെ പേര് ഞാൻ പറഞ്ഞ ജസ്റ്റ് കേട്ടുപോയൊരു കഥ. 47 കാലഘട്ടത്തില് 7ാം ക്ലാസ് വിദ്യാർത്ഥി, അതായത് അച്ഛന്റെ പാൽ കച്ചവടം വളരെ നഷ്ടത്തിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യൻ ആ കടയിലേക്ക് പഠനം എന്ന ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ അധ്യായം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ പുസ്തകത്തെ മാറ്റി വെച്ചുകൊണ്ട് അച്ഛന്റെ കൂടെ സഹായിക്കാൻ വേണ്ടി നിന്നതാ. അച്ഛന്റെ കൂടെ സഹായിക്കാൻ നിന്ന് അച്ഛന്റെ പാൽ അളന്നു കൊടുക്കാനും മേടിക്കാനും കൂടെ നിന്നുകൊണ്ട് അങ്ങനെ പല അണ്ണന്മാരോട് സംസാരിച്ചപ്പോൾ പലരും അത് റിജക്ട് ചെയ്ത സമയത്ത് ഒരുപാട് പാല് ഒഴുക്കി കളയേണ്ട ഒരു അവസ്ഥ വന്ന ആ ഒരു അച്ഛനും മകനും. പിന്നീട് ഇന്നിന്റെ സാഹചര്യം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ മിൽക്കി മിസ്റ്റ് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു പേരായി ബ്രാൻഡ് നെയിമായി മാറി എന്നുള്ളതാണ് മിൽക്കി മിസ്റ്റ്. മിൽക്കി മിസ്റ്റ് വലിയൊരു കഥ. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ മനസ്സിൽ അച്ഛനെ സഹായിക്കാൻ തോന്നിയ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛനെ സഹായിക്കാൻ തോന്നിയ ഒരു മനസ്സ് മാത്രമാണ് ഇന്ന് മിൽക്കി മിസ്റ്റ് ഒരു ബ്രാൻഡ് നെയിമായി മാറിയത്. അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഇന്ന് നമ്മൾ വിജയിച്ചവരുടെ കഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പരിധിയിലപ്പുറം അവര് തോറ്റ് തുന്നം പാടി ആർക്കും വേണ്ടാത്ത ചണ്ടിയായി മാറിയവരായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ കേൾക്കാൻ തയ്യാറാകുന്ന കഥകൾ എന്താണ്? ആ തകർച്ചയുടെ അടിയിൽ നിന്നും ഏറ്റവും നല്ല ഉയരത്തിലോട്ട് കടന്നു വന്ന് വിജയത്തിന്റെ ചെങ്കൊടി പാറിക്കുന്നവരായി മാറിയിട്ടുണ്ടെന്നുള്ളത്. നമുക്കും അതൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊന്നും എടുത്തു പറയാൻ ചില കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇങ്ങനെ വലിയ ബ്രാൻഡ് നെയിം ആക്കി എടുക്കുന്ന വലിയ കഥകളോ വലിയ വലിയൊരു സംഭവം നമ്മുടെ മുന്നിൽ പറയാൻ ഉണ്ടാകില്ല. പക്ഷെ എന്നിരുന്നാലും ഒരൊറ്റ കാര്യം ഉറപ്പാണ്, നമുക്ക് നമ്മളെ ജനനത്തിന് കാരണക്കായ ഒരു അച്ഛനുണ്ട്, ഒരമ്മയുണ്ട്. ഒരു ദിവസമെങ്കിലും അവർക്കിടെ മുന്നിലെങ്കിലും വിജയിച്ചു നിൽക്കണം എന്നൊരു ചിന്തപ്പാട് നമുക്ക് വളരെ അനിവാര്യമാണ്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാര്യയുണ്ട്, ഭാര്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഭർത്താവുണ്ട്. ഇവരുടെ മുന്നിലെങ്കിലും ഒരു ദിവസം നമുക്ക് വിജയിച്ചു നിൽക്കണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മക്കളുണ്ട്. എന്നും പരാജയപ്പെട്ട പിതാവിനെയോ മാതാവിനെയോ കാണുന്ന ആ മക്കളുടെ മുന്നിലെങ്കിലും ഒരു ദിവസമെങ്കിലും പ്രൂവ് ചെയ്ത് നിൽക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് വേണ്ടത് ആറ്റിറ്റ്യൂഡ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെന്ന് പ്യൂരിഫൈ. ഇപ്പൊ സിനിമ പറഞ്ഞൊരു കേസ് ഉണ്ട്. കഴിഞ്ഞ കാല നെറ്റ്വർക്കിൽ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനൊക്കെ പറഞ്ഞാൽ ഇന്ന് ബുഷറ പറഞ്ഞ അതിന്റെ ഒരു അംശം എനിക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോ സിനിമ വന്ന് സംസാരിച്ചതിന്റെ ഒരു അംശം പറയാൻ സാധിക്കില്ലാത്ത ഒരു യൂണിസിനെ എനിക്കറിയാം. ആ യൂണിസിൽ നിന്നാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുന്ന. എവിടെ തുടങ്ങി എവിടെ തീർത്തുന്ന ചിലപ്പോൾ ആർക്കൊന്നും കിട്ടിയെന്നൊന്നും വരില്ല, അതെനിക്കറിയാം. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അല്ലേ ചാക്കോ സാറേ, എനിക്ക് നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള എനിക്ക് വിഷയമല്ല, എനിക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ നിന്നാൽ എനിക്കത് പറയാൻ സാധിക്കും. അപ്പൊ എന്നും തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിളിക്കുമ്പോൾ മാറിപ്പോകുന്ന യൂണിസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് ഈ മാറ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന നല്ല പൊട്ടൻഷ്യലുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളാണ് എന്റെ മുന്നിലുള്ളത്. നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഒന്നുമില്ല. എനിക്ക് സാധിക്കുമെന്നല്ല, വളരെ സാധാരണക്കാരനായ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്ത എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതെന്റെ ഒരു അനുഭവ കഥ ഞാൻ അടുത്തൊരു മീറ്റിംഗിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടതല്ല എന്ന് തിരുത്തി കാണിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനൊരു തർക്കമില്ല. അതിനെപ്പറ്റി ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഏറ്റവും നല്ല റീപർച്ചേസ് ഇൻകമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ റീപർച്ചേസ് ഇൻകത്തിന്റെ ബ്യൂട്ടി നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്ലാനിനെ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചെടുക്കണം. പ്ലാനിനെ ഡീപ്പായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പുസ്തകം പറഞ്ഞ പോലെ ഏറ്റവും നല്ല പ്രാർത്ഥന കിട്ടുന്ന ഓരോ ദിനം പ്രതി നമ്മുടെ ഫോണിലോട്ട് വരുന്ന മെസ്സേജുകൾ, സാറേ ഇന്ന പ്രയാസം മാറി, അടിപൊളി, സൂപ്പർ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യാം. പ്രാർത്ഥനയ്ക്ക് നല്ല ഒരു വാല്യൂ ഉണ്ട്. കാരണം അവിടെ മതത്തിനല്ല, അവിടെ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ മനുഷ്യരിലേക്ക് ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യം, അവിടെ മതം നോക്കാതെ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് എല്ലാവരും കേട്ട റിസൾട്ടാണ് അളകാപുരിയിലെ സുനിൽ സാറിന്റെ സുനിലേട്ടന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് കണ്ണിന്റെ കാഴ്ച പോയ അവസ്ഥ. ഞാൻ പക്ക മുസ്ലിമാ. അദ്ദേഹം ഒരു ഹിന്ദു ഫാമിലി ആയിരുന്നിട്ട് പോലും കണ്ണിന്റെ കാഴ്ച കിട്ടിയതിന്റെ പേരിൽ അന്ന് വൈകിട്ട് ആ വീട്ടിൽ ദീപം തെളിക്കുന്ന നേരത്തെ ഈ യൂനുസ് കളമശ്ശേരി എന്ന് പറഞ്ഞ ഈ കാക്കാന്റെ പേര് പറഞ്ഞ ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. ഈ ബയോട്ടോറിയം മാത്രമേ അതിന് സാധിക്കുള്ളൂ. ആളെ നോക്കാതെ ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്റെ പേര് ആ കുടുംബത്തിൽ പറയാൻ അവർക്ക് സാധ്യമല്ല. കാരണം എന്നെ അറിയില്ല. എന്നെ അറിയാവുന്ന സുനിലിന് മാത്രം. സുനിലിന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, നാട്ടുകാരുണ്ട്, സ്വന്തം ഒരുപാട് ആളുകൾ അന്ന് അവിടെ വന്നു. ആ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയ അന്ന് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായി എന്നുള്ളതാ. അന്ന് എന്റെ പേര് പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നെ വിടുന്നുണ്ടായില്ല. യൂൻസിക്ക് എന്നെതിരെ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് എത്രയൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മളും കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നത് ഈ ഒരു ബയോട്ടോറിയം പ്രൊഡക്റ്റും മാത്രമാണ്. ഇതിനൊന്നും മുറുക്കിയാണ്ട് പിടിക്കുക, ഇതിനൊന്നും നെഞ്ചോട് ചേർത്താണ്ട് പിടിക്കുക, എന്നിട്ട് ജനങ്ങളോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുക. ഏത് സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട്, ഏത് പ്രതിബന്ധങ്ങളെ തകർത്ത് മാറ്റിക്കൊണ്ട്, നമുക്കെതിരെ കല്ലെറിയുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരുടെ മുന്നിലോട്ട് ചെല്ലാൻ നിൽക്കാതെ നമുക്ക് വേണമെന്ന് പറയുന്ന, നമ്മളെ വേണമെന്ന് പറയുന്ന അവരുടെ മുന്നിലേക്ക് ചെന്ന് ഈ ഒരു പ്രൊഡക്റ്റിനെ നല്ല നെഞ്ചും വിരിച്ചു നിന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മേടിച്ച് റിസൾട്ട് എടുക്കുകയും കൂടെ വരുമാനം കിട്ടുന്ന കുറെ ആളുകളെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഓരോ സ്വപ്നങ്ങളെയും നമുക്ക് ഓരോരുത്തരെയും ഫുൾഫില്ല് ചെയ്തുകൊണ്ട്, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്ത് ഏറ്റവും നല്ല ലെജൻഡറി പേഴ്സണാലിറ്റി നമ്മുടെ പേര് കൊണ്ട് അറിയപ്പെടുന്ന ഒരു നാടിനെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരേ ഒരു കമ്പനി അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. അതിനെ നെഞ്ചിലേറ്റി, അതിന്റെ ഹൃദയത്തിലേറ്റി ഏറ്റവും ഭംഗിയായ രീതിയിൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം.